വീഡിയോ ഒന്നും എടുക്കാൻ സമയമല്ല കൂട്ടരെ, അമ്മാരി ഓട്ടാണ്. കണ്ണൂർ ഇരിട്ടിന്ന് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോണ പോക്കാണ്. ഇരിട്ടിത്തെ പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ പ്രഗതി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചുള്ള ഓണപരിപാടി ആയിരുന്നു. അത് വല്ലാത്തൊരു അനുഭവമായി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകണം. അവിടെ സർക്കാരിന്റെ വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് ദേശാഭിമാനിയുടെ ഓണനിലാവ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൈക്കാട് ഗവൺമെന്റിന്റെ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. നമ്മൾ എത്തിയ സമയത്ത് തന്നെ പിന്നെ നമുക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ സെറ്റ് ആക്കി വെച്ചിരുന്നേ. ഗസ്റ്റ് ഹൗസിലും സൂപ്പറായിട്ട് പൂക്കളൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. ആ സമയത്താണ് നമ്മുടെ ദേശാഭിമാനിയുടെ ഏട്ടന്മാര് ഒരു ഗിഫ്റ്റ് ആയിട്ട് അവിടെ വന്നത്. അതിനുശേഷം നേരെ നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സൂഡിയോയിൽ പോയേ. ഓണത്തിന്റെ തലേ ദിവസം ആയതുകൊണ്ടാവും സൂഡിയോയിലൊക്കെ പെരും തിരക്കായിരുന്നു കേട്ടോ. സൂഡിയോന്ന് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടേ നമ്മൾ തിരിച്ച് നേരെ ഗസ്റ്റ് ഹൗസിൽ തന്നെ പോവുകയാണ്. ഓണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, നേരെ പിന്നെ ഇറ്റലിക്ക് പോകും. അപ്പൊ അതിന്റെ സാധനങ്ങൾ കൂടി സ്റ്റോക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ ഇറങ്ങിയതാണ്. അതിന്റെ ഇടയ്ക്ക് അമ്മ പാവം നാട്ടിലെ ഓരോരോ ഓണപരിപാടികളും മാവേലിനെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരുന്നുണ്ടായിട്ടോ. ഈ ഓണത്തിനും വീട്ടിൽ കൂടാൻ പറ്റിയില്ല. ഓണത്തിന് മാത്രമല്ല എല്ലാ ആഘോഷ പരിപാടി ഇങ്ങനെയൊക്കെ തന്നെയാ. നമ്മുടെ ജോലി ഇതായി പോയില്ലേ, മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ ഒരു അതിഥിയായി പങ്കെടുത്ത് വൻ കളറാക്കുക. തിരുവനന്തപുരത്തെ വേദി അത്യാവശ്യം നല്ല വലിയ വേദിയായിരുന്നേ. സർക്കാരിന്റെ പരിപാടിയുടെ സൗണ്ട് ചെക്കും മറ്റുള്ള പരിപാടികളൊക്കെ കൃത്യസമയത്ത് തന്നെ ചെയ്ത് വൈകിട്ട് ഒരു 7:30 തന്നെ നമ്മൾക്ക് സ്റ്റേജിൽ കയറണം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ ഒരുപാട് കൂട്ടുകാരൊക്കെ പരിപാടി കാണാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണും വേണം. ട്രിവാൻഡ്രം അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യലാണ്, കാരണം ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട് അവിടെ. പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് കൂട്ടുകാർ പരിപാടി കാണാൻ വന്നിരുന്നു. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു ഉത്രാട ദിവസം എന്ന് പറയുന്നത്. എനിക്കൊരു ഗിഫ്റ്റുമായിട്ട് ഒരു ചേട്ടൻ വന്നിരുന്നു കേട്ടോ. അവിടെ ആദ്യം ചെയ്തത് എനിക്കാണെന്നുള്ളത് സൂചിപ്പിച്ചു. ഞാൻ ഏട്ടനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അവരുടെ അക്കൗണ്ട് കമന്റ് ബോക്സിൽ കൊടുക്കും ചെയ്യാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാലോ. നമ്മുടെ ശങ്കരനും പരിപാടി കാണാൻ വന്നിരുന്നേ. അതിനുശേഷം നമ്മൾ നേരെ തൃശ്ശൂരിക്ക് പോവുകയാണ്. നാളെ തിരുവോണ ദിവസം തൃശ്ശൂരിലാണ് പരിപാടി. കൈരളി കലാമന്ദിർ ക്ലബിന്റെ 70ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടോ നമ്മൾ തൃശ്ശൂരിൽ പെർഫോം ചെയ്യണേ. ഉച്ചയ്ക്ക് സദ്യയൊക്കെ നമ്മുടെ സുധീറേട്ടൻ സെറ്റ് ചെയ്ത് തന്നിരുന്നേ. നമ്മൾ വീട്ടിലില്ലെങ്കിലും ഓണത്തിന്റെ ആഘോഷത്തിനൊരു കുറവില്ല കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഒപ്പം ഇരുന്ന് ഈ വർഷത്തെ ഓണസദ്യയും ഒപ്പം കഴിക്കേണ്ടായിട്ടോ. പെരിങ്ങോട്ടുകര വടക്കുമുറിയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ. ഞാൻ സൗണ്ട് ചെക്കിന് വന്ന സമയത്താട്ടോ അവരെയൊക്കെ പരിചയപ്പെട്ടത്. ഇന്നത്തെ പരിപാടി കൂടി ഗംഭീരാക്കി കൊടുത്തിട്ട് വേണം നാളെ ഇറ്റലിക്ക് പോകാൻ. ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഇറ്റലിയിൽ നിന്നാവും കേട്ടോ. അവിടെ ഒരുപാട് സർപ്രൈസുകൾ ഉണ്ട്. ആ യാത്രയിൽ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാം കേട്ടോ. കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും ഫോളോ ചെയ്യണേ. അപ്പൊ പിന്നെ കാണാം. എന്നും പറയുന്ന പോലെ ബായ്.